നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച ഭാസ്കര കാർണവർ വധത്തിലെ പ്രതിയായ ഷെറിന്റെ ജയിലിലെ ലീലാവിലാസങ്ങൾ തുറന്നു കാട്ടിയത് അന്ന് ജയിലിൽ ഷെറിന്റെ സഹതടവുകാരിയായ സുനിതയായിരുന്നു. ഷെറിൻ തടവുകാലം പൂർത്തിയാക്കും മുൻപ് പുറത്തിറങ്ങിയേക്കുമെന്ന വാർത്തകൾക്കിടെയാണ് ഷെറിനൊപ്പം അട്ടക്കുളങ്ങര ജയിലിൽ സഹതടവുകാരിയായിരുന്ന സുനിത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതോടെയാണ് ഷെറിന്റെ ജയിൽ ജീവിതത്തിലെ അണിയറ കഥകൾ പുറത്തെത്തുന്നത്. സുനിതയുടെ വെളിപ്പെടുത്തൽ വൻ വിവാദമാണ് സൃഷ്ടിച്ചത്. ജയിൽ DIGയുമായുള്ള അവിഹിതം, ജയിലിൽ ലഭിച്ച VVIP പരിഗണന എന്നിവയെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് വൻ വിവാദം സൃഷ്ടിച്ച ഇതേ സുനിതയാണ് ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനിടെ ബംഗളൂരുവിൽ മലയാളി യുവാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയായ സുനിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ബംഗളൂരുവിൽ തെരുവു നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന ദീപക് കൃഷ്ണൻ എന്ന മലയാളി യുവാവിനെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഷെറിന്റെ ജയിൽ ജീവിതം സുനിത പുറത്തെത്തിച്ചതോടെ വലിയ വിവാദമുണ്ടായി. ജയിൽ DIG വൈകിട്ട് ജയിലിലെത്തും, രാത്രി ഷെറിനെ പുറത്തിറക്കും, പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചെത്തിക്കുക എന്നാണ് സുനിത പറഞ്ഞത്. മറ്റു തടവുകാർക്കൊന്നും ലഭിക്കാത്ത സുഖ സൗകര്യങ്ങളാണ് ഷെറിന് ലഭിച്ചത്. സ്വന്തമായി മൊബൈൽ ഫോൺ, 3 നേരം പുറത്തുനിന്നുള്ള ഭക്ഷണം, ബെഡും ബെഡ്ഷീറ്റുകളും, ഓഫീസിൽ നിന്നും സെല്ലിലേക്ക് നടക്കാൻ കുട, ആഡംബര ജീവിതമാണ് ഷെറിൻ ജയിലിൽ നയിച്ചത്. ഷെറിന് എതിരെ പരാതിപ്പെട്ടപ്പോൾ തന്നെ ഉപദ്രവിക്കരുതെന്നും ജയിലിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കാമെന്നും ഷെറിൻ വാഗ്ദാനം ചെയ്തതായും സുനിത വെളിപ്പെടുത്തിയിരുന്നു. സുനിതയുടെ തുറന്നു പറച്ചിലോടെയാണ് വനിതാ ജയിലുകളിലെ അവിഹിതങ്ങളും താന്തോന്നിത്തരങ്ങളും പുറത്തു വന്നത്. ഇതോടെ ഷെറിന്റെ ജയിൽ മോചനവും പരുങ്ങല്ലായിരുന്നു. ശിക്ഷാ കാലാവധി തീരും മുൻപ് പ്രത്യേക പരിഗണനയിലാണ് ഷെറിൻ പുറത്തിറക്കപ്പെട്ടത്. ഷെറിന്റെ മോചനത്തിനായുള്ള ഫയൽ ഗവർണറുടെ ഓഫീസിൽ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഷെറിൻ അടക്കം 11 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. ഇപ്പോൾ സുനിതയുടെ ജീവിതവും പൊലിഞ്ഞിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് സുനിത ക്രൂരമായി വധിക്കപ്പെട്ടത് എന്ന് ഇനിയുള്ള അന്വേഷണത്തിൽ നിന്ന് വേണം തെളിയേണ്ടത്.